ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മുഴുവൻ മനുഷ്യ സമൂഹത്തിൻ്റെയും സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് യുദ്ധം അനുവദിച്ചിട്ടുള്ളത്. അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യാനോ ആക്രമിക്കാനോ മനുഷ്യരെ കൊന്നൊടുക്കാനോ ഉപദ്രവിക്കാനോ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. 13 വർഷം പ്രവാചക തിരുമേനി മക്കയിൽ പ്രബോധനം നടത്തി. ഒരുപാട് കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ട് പോലും ആ സമൂഹത്തോട് പ്രവാചകൻ യുദ്ധം ചെയ്തില്ല, അങ്ങോട്ട് കയറി ആക്രമിച്ചും ഇല്ല. എന്നാൽ പിന്നീട് മദീനയിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു തരത്തിലും നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ, ജീവിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയും സ്വയ നിലനിൽപ്പിന് വേണ്ടിയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയും ശത്രുക്കളോട് പോരാടേണ്ടി വന്നത്. ഇതിന് ഖുർആൻ പറയുന്ന വാക്ക് ഖിതാൽ എന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറ 190-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വഖാതിലു ഫീ സബീലില്ലാഹ് അല്ലദീന യുഖാതിലൂനക്കും. നിങ്ങളെ ആക്രമിക്കാൻ വരികയും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരികയും ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, പ്രതിരോധിക്കുക, തിരിച്ച് ആക്രമിക്കുക. ഇവിടെ ഈ ഖുർആനിന്റെ വചനം വളരെ ശ്രദ്ധിക്കുക. നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന, നിങ്ങളോട് അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങളും തിരിച്ച് യുദ്ധം ചെയ്യുക. പക്ഷെ ഒരു കാര്യമുണ്ട്, വലാ തഅതദൂ, നിങ്ങൾ യുദ്ധത്തിൽ അതിര് കടക്കരുത്. സ്ത്രീകളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ, വൃദ്ധന്മാരെയും കുട്ടികളെയും ഉപദ്രവിക്കാനോ കൊല്ലാനോ, അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ നശിപ്പിക്കാനോ തീ വെക്കാനോ പൊതു സ്വത്തുക്കൾ നശിപ്പിക്കാനോ പാടില്ല എന്ന് വലാ തഅതദൂ എന്ന ആയത്തിനെ, വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി യുദ്ധമര്യാദകളായി പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅത്തദീൻ, അതിര് കടക്കുന്നവരെ, അതിരു ലംഘിക്കുന്നവരെ അള്ളാഹു സൃഷ്ടാവ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം വാളിന്റെ മതമാണ്. വാളുകൊണ്ടാണ്, വാളിന്റെ മുനയിലാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്ലാം ആക്രമണത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും തീവ്രതയുടെയും ഭീകരതയുടെയും മതമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നവർ ഈ വചനം മനസ്സിലാക്കുക.